നമസ്കാരം, എൻ്റെ പേര് ഹരി എന്നാണ്. ഞാനിവിടെ കോട്ടയം ജില്ലയിലെ ആനിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് മഹാലക്ഷ്മി ഗോശാല ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു 50ഓളം നാടൻ പശുക്കളെയും മറ്റ് ജീവജാലങ്ങളെയൊക്കെ സംരക്ഷിച്ച് വരുന്ന ഒരു കർഷകനാണ്. നാടൻ വിത്തിനങ്ങളുണ്ട്, നാടൻ കോഴികൾ, താറാവുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ പ്രകൃതിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പഴയ രീതിയിൽ ട്രഡീഷണലായിട്ടുള്ള നമ്മുടെ രീതിയിൽ നമ്മളൊന്ന് നിലനിർത്താനും അവരെ ഒന്ന് സംരക്ഷിക്കാനുമുള്ള ഒരു യജ്ഞത്തിലാണ്. അപ്പോൾ ഈ കാണുന്നത് നമ്മളെ ഒരു നാടൻ പശുക്കളുടെ ഒരു കളക്ഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്. 17ഓളം വീടുകളിലായിട്ട് നമുക്ക് 50ഓളം പശുക്കൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പശുക്കളും കാളകളും കിടാങ്ങളും ഒക്കെ ആയിട്ട് ഉണ്ട്. നമ്മുടെ ഈ ഭാരതീയ ഇനം പശുക്കളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കങ്കയുണ്ട്, സഹിവാള്, കൃഷ്ണ, കാങ്കരജ്, പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ വെച്ചൂര്, കാസർഗോഡ്, തിരുവള്ളി, അങ്ങനെ പല ഇനങ്ങളിലായിട്ട് പശുക്കളും കാളകളും ഒക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇവർ നമ്മൾ ഈ നമ്മുടെ പ്രകൃതിക്കും മനുഷ്യനടങ്ങുന്ന ജീവജാലങ്ങൾക്കും ഒക്കെ ചെയ്യുന്ന ഒരു ഇവരുടെ ഒരു സംഭാവന എന്ന് പറയുന്നത് വളരെ അമൂല്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ കണ്ട പോലെ കോവിഡിൻ്റെ മഹാമാരി കണ്ടു, അതുകൂടാതെ പ്രകൃതിക്ഷോഭങ്ങൾ, വയനാട് ദുരന്തങ്ങൾ പോലത്തെ ദുരന്തങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആനുകാലിക പ്രശ്നങ്ങളിൽ നമ്മൾ ഇവരെ സംരക്ഷിച്ച് ബയോഡൈവേഴ്സിറ്റി നിലനിർത്തേണ്ടതും നമ്മുടെ തനത് മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ പാരമ്പര്യം സംരക്ഷിക്കേണ്ടതൊക്കെ വളരെ അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൂർവികന്മാർ പറഞ്ഞതിനകത്തെല്ലാം ഓരോരോ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ അവരെ പുച്ഛിക്കുമെങ്കിലും നമ്മൾ ഇതിൻ്റെയൊക്കെ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാം അവർ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും വേദങ്ങൾ പറഞ്ഞിരിക്കുന്നതാണെങ്കിലും ഒക്കെ അത് അതിനകത്ത് എല്ലാം സത്യങ്ങളുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുമുണ്ട്. കേവലം ഒരു ഗോശാല എന്നുള്ള ഒരു പേരിൽ മാത്രമല്ല, നമ്മളൊരു സുസ്ഥിര ആശയത്തിൽ ആണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ കൗ സെൻട്രിക് സസ്റ്റൈനബിലിറ്റി എന്ന് പറയും, നാടൻ പശു അധിഷ്ഠിത സുസ്ഥിരത ആണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കാളകളാണ്, ഈ കാണുന്നതെല്ലാം കാളകളുടെ ഒരു ഷെൽട്ടർ ഈ ഭാഗത്തിൽ. അതെ അതെ, ഇതൊക്കെ നമ്മുടെ ജല്ലിക്കട്ട കടന്ന കങ്കയം എന്ന് പറയുന്ന ബ്രീഡാണ്. മുത്തു ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ്. അതെ, വീടിനോട് ചുറ്റും തന്നെയാണ്. അതെ അതെ, ഒരു പശുവിലാണ് നമ്മൾ പശുക്കിടാവിലാണ് നമ്മൾ തുടങ്ങിയത്. കോവിഡ് ലോക്ക്ഡൗൺ സമയത്താണ് നമ്മളിത് ആരംഭിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കൃഷിയുടെ ആവശ്യത്തിനായിട്ട് ചാണകത്തിന് വേണ്ടിയിട്ടാണ് ഒരു പശുക്കിടാവിനെ നമ്മൾ കൊണ്ടുവന്ന് എല്ലാവരുടെയും പോലെ തന്നെ ധാരണ അതായിരുന്നു. അന്നും പശു വളർത്തൽ എന്ന് പറയുന്നത് ഒരു വലിയ ബാധ്യതയാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം അന്ന് നമുക്ക് മനസ്സിലായി. ഒരു പശുക്കിടാവിനെ കൊണ്ടുവന്ന് അതുകൊണ്ട് തന്നെയാണ് അന്ന് കിടാവിനെ സെലക്ട് ചെയ്തത്. വലിയ പശുക്കളെ കൊണ്ടുവന്ന് അതൊരു ബാധ്യതയാണല്ലോ എന്നൊരു കിടാവിനെ കാറിനകത്ത് കയറ്റി കൊണ്ടുവന്നതാണ്. അങ്ങനെ തുടങ്ങി ഈ കാണുന്ന സ്പേസ് ആണ് നമ്മുടെ ആദ്യത്തെ ഗോശാല. ഈ ഒരു സ്പേസ് ആണ്. ഇവിടെയാണ് ഒരു പശു കിടാവിനെ നിർത്തി നമ്മൾ പരിപാലിച്ച് തുടങ്ങിയത്. അവിടെ ഒരു മഴമറയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രത്യേകതകൾ പഠിക്കുകയും ഇവരുടെ ഗുണങ്ങൾ അറിയുകയും ഇവരെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എന്തിനാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടതെന്നൊക്കെയുള്ള നമുക്ക് മനസ്സിലായത്. ഇതിന് ശേഷമാണ് നമ്മൾ ഈ കൂടുതൽ ഇനങ്ങളെ കൊണ്ടുവരികയും അതിൻ്റെ കാളകളെ കൊണ്ടുവരികയും കൂടുതലും ആർവശാലയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. കൂടുതലും അങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്തത്. അതാണ് ഇപ്പോൾ ചിലർ 100 പശുക്കൾ 1000 പശുക്കൾ എന്നൊക്കെ പറഞ്ഞ് ടാർഗറ്റ് ഇട്ട് ഗോശാല തുടങ്ങുന്നുണ്ട്. പക്ഷെ അതൊരു മണ്ടത്തരാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അങ്ങനെ ടാർഗറ്റ് ഇടണ്ട. നമ്മുടെ നാട്ടിൽ തന്നെ രക്ഷിക്കേണ്ട ഇഷ്ടംപോലെ പശുക്കൾ ആർവശാലകളിലേക്ക് പോകുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ നോർത്ത് ഇന്ത്യൻ പശുക്കളെല്ലാം കൂടുതലായിട്ട് കൊണ്ടുവന്ന് ഇറക്കി സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഉദ്യമത്തിലാണ് നമ്മൾ തുടങ്ങിയത്. അങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് മാറുന്നുണ്ടല്ലേ. പാലെന്നുള്ളത് നമ്മൾ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. പാല് നമ്മൾ ഈ പറയുന്ന വലിയ പശുക്കൾക്ക് മാത്രമേ കുറച്ച് പാല് മിച്ചമുള്ളൂ. നല്ല കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായതുകൊണ്ട് തന്നെ നമുക്ക് അവരെ നല്ലൊരു പാല് കുടിപ്പിക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം മിച്ചം വരുന്ന പാല് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ചിലവ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ഉള്ളത് ചാണകമാണല്ലോ. ഇവിടെ റീപ്രൊഡക്ഷൻ ഇല്ലാത്തവരുണ്ട്, പാലില്ലാത്തവരുണ്ട്, അപ്പം കാളകൾ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ളത് ചാണകം എന്നുള്ള രീതിയിൽ നമ്മൾ ചാണകത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ചാണകത്തിൽ നിന്ന് ഒരു 40ഓളം പ്രോഡക്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്, ചാണകമാണ്. എല്ലാവരും പാല് ഇല്ല എന്നൊരു കാര്യത്തിൻ്റെ പുറത്താണ് ഇവരെ ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നത്. നമ്മൾ അറവശാലയിൽ നിന്ന് കൊണ്ടുവന്നാണെങ്കിലും പാലില്ല, അതുകൊണ്ട് തന്നെ അറക്കാൻ കൊടുത്തു എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. പാലെന്ന് പറയുന്നത് ശരിക്കും ഒരു ബോണസാണ്. നമ്മൾ ഇവരുടെ പഞ്ചഗവ്യങ്ങൾ എന്ന് പറയും. പശുവിൽ നിന്നിട്ട് പാല്, ചാണകം, ഗോമൂത്രം, പിന്നെ നെയ്യ്, തൈര്, ഇതൊക്കെയാണ് പഞ്ചഗവ്യങ്ങൾ. പഞ്ചഗവ്യങ്ങളെല്ലാം മെഡിസിനൽ വാല്യൂസ് ഉള്ളതാണ്.
അപ്പം അതുകൊണ്ട് തന്നെ ഈ നാടൻ പശുക്കളുടെ മാത്രമേ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പഞ്ചഗവ്യങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ നിന്ന് തന്നെ വാല്യൂ അഡീഷൻ ചെയ്യാവുന്നതാണ്. പാലെന്ന് പറയുന്നത് വെറും ബോണസായിട്ട് കണക്കാക്കിയാൽ മതി. ബാക്കി എല്ലാ ഉൽപ്പന്നങ്ങളിൽ നിന്നും നമുക്ക് ഒരു ലാഭകരമായ രീതിയിൽ ഇതുപോലെ ഒരു ഗോശാല നടത്തിക്കൊണ്ട് പോകാൻ വളരെ എളുപ്പമാണ്. അപ്പം അതിൽ കൂടെ നമുക്ക് ജൈവ കൃഷി ചെയ്യാം. ഒരു 2-3 വർഷം നമ്മൾ ഇവരുടെ വളങ്ങൾ സ്ഥിരമായിട്ട് ആ മണ്ണിൽ കൊടുത്തുകൊണ്ടിരുന്നാൽ പിന്നെ 10 വർഷത്തേക്ക് അവിടെ വളം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് ചെയ്തുകൊണ്ട് ഇത് അനുഷ്ഠിക്കുന്നവർ പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വിഷരഹിതമായ പച്ചക്കറി, ശുദ്ധമായ വായു, ജലം, പിന്നെ മണ്ണ്, ഇതൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അസുഖമില്ലാത്ത സൗന്ദര്യമുള്ള ഒരു നല്ല തലമുറയെ ഒക്കെ നമുക്ക് വാർത്തെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ ഇപ്പം നമുക്ക് പുതിയതായിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ ടൂറിസത്തിൻ്റെ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ്റെ ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗോശാല ടൂറിസം അല്ലെങ്കിൽ അഗ്രി ഇക്കോ ടൂറിസം എന്നൊരു സെക്ഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കൃഷിയും അതുപോലെ തന്നെ ഇക്കോ ടൂറിസവും. ഇപ്പോൾ ഈ നാടൻ പശുക്കളെ ഉപയോഗിച്ച് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നിലനിർത്തുക എന്നുള്ളൊരു ഉദ്യമത്തിൽ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, എല്ലാം നല്ല ആരോഗ്യമുള്ള പച്ചപ്പുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. നല്ലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറുമാണ്. അപ്പോൾ ആ രീതിയിലൊരു മൈക്രോ മോഡൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് പലരിലേക്കും എത്തിച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് തിരിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ടൂറിസത്തിൻ്റെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ധാരാളം കുട്ടികൾ ഫാം സ്കൂളിങ്ങിൻ്റെ ഭാഗമായിട്ട് എത്താറുണ്ട്. 1000-കണക്കിന് കുട്ടികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വരും തലമുറയിലേക്ക് പശു കടിക്കുമോ എന്ന് ചോദിച്ച് വരുന്ന കുട്ടികളാണ് ഇവിടുന്ന് തിരിച്ചു പോകുമ്പം മണ്ണിൽ ചവിട്ടി നല്ല പച്ചവെള്ളം, കിണറിലെ വെള്ളം കുടിച്ച് പശുക്കളുമായിട്ട് കളിച്ച് അവരാ ഒരു സ്പാർക്ക് അവരിൽ കൂടുതലായിട്ട് ഉണ്ടാക്കാനൊരു കാര്യം കൂടി നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പോകുന്ന ഒരു 100 കുട്ടികളിൽ ഒരു 4-5 പേര് തിരിച്ച് അവരുടെ പേരൻസുമായിട്ട് വരാറുമുണ്ട്. അപ്പം അതൊക്കെ ഒരു പോസിറ്റീവ് ഒരു സിമ്പിളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ 1000-കണക്കിന് ആളുകളിൽ ഒരാൾ നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചെങ്കിൽ ആ 5 പേരെ കൊണ്ട് ഇതിൻ്റെ 5 മടങ്ങ് ചെയ്യാൻ സാധിക്കും എന്നൊരു കാര്യം കൂടി നമുക്ക് അതിനൊരു ശക്തി പകരുന്നുണ്ട്.